blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കേരളത്തിന് വെളിയിൽ നിന്ന് 2 സംസ്ഥാനത്ത് നിന്ന്, ഡൽഹിയിൽ നിന്ന് സാബു എസ് ഫാമിലി, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ ഖരഗ്പൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തി. ഈ 2 വ്യക്തികൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാബു എസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിനെ കർത്താവെ അനുഗ്രഹിക്കണമേ. വലിയ വളർച്ചയുണ്ടാകട്ടെ. സാമ്പത്തികമായ എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവെ, 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാൻഡ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th ബോർഡ് എക്സാം കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. വലിയ നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ കർത്താവെ. അതുപോലെ സാനിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞിനെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് ബ്രദർ സാബുവിൻ്റെ മകൾ സാനിയയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ സാനിയ. ധാരാളമായി സാനിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ മകൾക്ക് വേണ്ടി, അവരുടെ ഭർത്താവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഡയബറ്റീസിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതൽ ഉണ്ടാകട്ടെ. അതുപോലെ BP മറ്റു കാര്യങ്ങളും എല്ലാം പൂർണ്ണമായ രീതിയിൽ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കൊച്ചുമകൻ ജോയ്സ് വി ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. 10th ബോർഡ് എക്സാമിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ. ഏറ്റവും നല്ലൊരു ഭാവി കൊടുക്കണമേ. തങ്ങളുടെ കൊച്ചുമകൾ മറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തെ കർത്താവ് അങ്ങ് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഈ നിൽക്കുന്നത് 3 തലമുറയാണ്. റെഡ് സാരിയിലുള്ളത് അമ്മയാണ്, അമ്മയുടെ മകൾ ലക്ഷ്മി അരവിന്ദൻ, ആ മകളുടെ പെൺകുഞ്ഞ്. 3 തലമുറയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് 2ാമത്തെ തലമുറ ലക്ഷ്മിക്ക് ദൈവം ചെയ്ത ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ അമ്മ പറയുന്ന കാര്യം എന്നുള്ളത്, ഈ മകളുടെ വിവാഹം കഴിഞ്ഞത് 2011 2011 വിവാഹം കഴിഞ്ഞതിന് ശേഷം 2012 വരെയുള്ള ഒരു വർഷവും കുറച്ച് മാസങ്ങളുടെയും കാലഘട്ടത്തിനുള്ളിൽ ഈ പെൺകുട്ടി 3 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിരുന്നു. 3 പ്രാവശ്യവും 3-ാം മാസം വെച്ച് ഈ പെൺകുട്ടിക്ക് മിസ്കാരേജ് സംഭവിക്കുമായിരുന്നു. ഗർഭം അലസിപ്പോകുമായിരുന്നു. ഈ അമ്മ പറയുന്നത് അമ്മയുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ അമ്മയ്ക്ക് അമ്മയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ 4 പ്രാവശ്യം മിസ്കാരേജ്, അതും ഇരട്ട കുട്ടികൾ. ഓരോ പ്രാവശ്യം 4-5 മാസത്തിലൊക്കെയാണ് മിസ്കാരേജ് സംഭവിക്കുന്നത്. അങ്ങനെ എൻ്റെ 8 കുട്ടികൾ നഷ്ടമായിട്ടുണ്ടെന്നാണ് ഈ അമ്മ പറയുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെ ഈ മകളുടെ ജീവിതത്തിലും മിസ്കാരേജിലൂടെ ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ ഈ അമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെന്താ, ഡോക്ടേഴ്സ് പറഞ്ഞത് എന്ത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത കുറവാണ്, ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് 2012 ഫെബ്രുവരി മാസത്തിൽ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ ഒരു ദിവസം ബ്രദർ ഡാമിയൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു എന്നാണ് പറയുന്നത്. 3 മാസം കൂടുമ്പോൾ തുടർച്ചയായി മിസ്കാരേജ് സംഭവിക്കുന്ന, അല്ലെങ്കിൽ 3-ാം മാസത്തിൽ മിസ്കാരേജ് തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, അവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുന്നു എന്ന് പറഞ്ഞു.
ഈ അമ്മ അന്നത്തെ പ്രോഗ്രാം കണ്ടിരുന്നു. ഇവർ വിശ്വസിച്ചു, എനിക്ക് സംഭവിച്ചത് ഇനി എൻ്റെ മകൾക്ക് സംഭവിക്കില്ല, എൻ്റെ മകൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഇവരുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫെബ്രുവരി മാസം കഴിഞ്ഞു. മാർച്ച് മാസത്തിൽ ഈ പെൺകുട്ടി വീണ്ടും പ്രഗ്നന്റ് ആയി. എല്ലാവരും കരുതിയതുപോലെ ഒരു മിസ്കാരേജും സംഭവിച്ചില്ല. അത്ഭുതകരമായി ദൈവം ആ ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെയുമായിട്ടാണ് ഇപ്പോൾ ഇവരോട് നിൽക്കുന്നത്. നമുക്ക് ഈ സമയത്ത് ഇതേ പ്രശ്നമുള്ള മറ്റ് സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചാൽ, കർത്താവേ, ഞങ്ങൾ ചേർന്ന് ഇതുപോലെ പ്രയാസത്തിലൂടെ പോകുന്ന സഹോദരിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ദാമ്പത്യ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അത്ഭുതം ഇവിടെ കാണുന്നു. ഇവരുടെ കണ്ണുനീര് കർത്താവെ നീ കണ്ട് അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഇനിയും ഒരു മിസ്കാരേജ് ഉണ്ടാകാതെ കുഞ്ഞുങ്ങളെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ രോഗികളായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നവർ സൗഖ്യമാകട്ടെ. വിവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി നന്ദി പറയും. കർത്താവ്, ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കുമായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും യേശുവിൽ വിശ്വസിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് യേശുവിൽ വിശ്വാസമായി എൻ്റെ വീട്ടിൽ പല പല അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിനെ ഇനി ഒരിക്കലും വിട്ടുപോകില്ല. ഈ ആൻറ്റിയുടെ പേര് പ്രസന്ന. ആൻറ്റിയുടെ മകൻ പ്രഭ, 33 വയസ്സുണ്ട്. ഓക്കെ. ഈ മകന് 10 വർഷത്തിന് മുൻപ് സീസോഫീനിയ എന്ന് പറഞ്ഞൊരു അസുഖം എനിക്ക് ബാധിച്ചു. അത് മനസ്സിനോട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു അസുഖം ബാധിച്ചു. എന്നാൽ 3 വർഷത്തിന് മുൻപ് ഇവർ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ആ ഒരു അസുഖം മാറി. പക്ഷേ അവർ ഡോക്ടേഴ്സ് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിരുന്നതുകൊണ്ട് പിന്നെ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ചെയ്തത് കഴിഞ്ഞ വർഷം 2013 മെയ് മാസം വാശിയിൽ വെച്ച് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവർ വന്ന സമയത്ത് അന്ന് അവിടുത്തെ അനൗൺസ്മെൻറ്റുകളൊക്കെ കേട്ടപ്പോൾ സഹോദരിക്ക് ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിന് പകരം ഇവരുടെ വീട് പാലക്കാടാണ്. പാലക്കാട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം നടന്ന ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇവർ സ്പോൺസർ ചെയ്തിരുന്നു. നാട്ടിലെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഇവർ സ്പോൺസർ ചെയ്തു. അന്ന് ആ സ്പോൺസർ ചെയ്യാനായിട്ട് കൊടുക്കാൻ കയ്യിൽ പണമില്ലാതിരുന്നുകൊണ്ട് വളയെല്ലാം പണയം വെച്ചിട്ടാണ്. അതിനുശേഷം ദൈവം ചെയ്തൊരു അത്ഭുതം, ഈ ഒത്തിരി വർഷങ്ങൾ ഇവർ ഈ മകൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അത് നടക്കില്ലായിരുന്നു. ഇവർ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ശേഷം മകന് ടാറ്റ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വളരെ നല്ലൊരു ജോലി മകന് ലഭിച്ചു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് മെയ് മാസം 2013 മെയ് 27 ജൂൺ 10 ആയപ്പോഴേക്കും മകന് ജോലി ലഭിച്ചു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മകന് ജോലി ലഭിച്ചു. ആ ഒരു ഒക്ടോബർ മാസത്തോടു കൂടി ആ മകന്റെ ഡോസ് വളരെ ചെറിയൊരു ഡോസാക്കി ഡോക്ടേഴ്സ് കുറഞ്ഞു. അപ്പോൾ അത് സംശയത്തിന്റെ ഇതിലാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് വളരെ ഡോസേജ് കുറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജനുവരി 28 മകന്റെ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. ഓ ഗ്രേറ്റ്. കൈകളടിച്ച് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒത്തിരി പേര് അവരെ സ്വന്തം ബന്ധുക്കാർ തന്നെ പറയായിരുന്നു മകൻ്റെ കല്യാണം നടക്കില്ല, ഇങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു രീതിയിലും കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു. ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ വെച്ചിട്ടാണ് ആ വിവാഹം നടക്കുന്നത്. കർത്താവ് വലിയൊരു അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തു. പ്രൈസ് ഗോഡ്. വീണ്ടും ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവിനെ നന്ദി പറയാം. കർത്താവ്, ഈ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസത്താൽ കർത്താവ് ദൈവത്തെ ബഹുമാനിച്ച സമയത്ത് കർത്താവ് തിരിച്ച് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നുള്ള ദൈവികമായ പ്രമാണം നിമിത്തം കർത്താവ് ഈ കുടുംബത്തെ മാനിച്ചതിനാൽ നന്ദി പറയും. മകന് വേണ്ടി പ്രവർത്തിച്ചതിനാൽ നന്ദി പറയും. കർത്താവെ, ഇതെല്ലാവർക്കും ഒരു സന്ദേശം ഇതിലുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ അങ്ങേ മാനിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഇതുവരെ ഇല്ലാത്ത വഴികൾ അങ്ങ് തുറക്കും. ഞങ്ങൾ ഒരുമിച്ച് അതിനായി നന്ദി പറയുന്നു. ഈ കൈകൾ ഉയർത്തിയിരിക്കുന്നവരിൽ, ഈ സാക്ഷ്യം കേൾക്കുന്നവരിൽ, ഇതുപോലെ പ്രയാസങ്ങളിലൂടെ പോകുന്നവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സൈക്കാട്രിക് മരുന്നുകൾ കഴിക്കുന്നവർ, ഇനി ഭാവി എന്താണ് എന്ന് ചിന്തിക്കുന്നവരിൽ യേശുവിൻ്റെ അത്ഭുതം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി പിടിച്ചിരിക്കുന്നവർ
വായി തുറന്ന് ലോകമെമ്പാടും അതുപോലെ പ്രയാസപ്പെടുന്ന അമ്മമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദയവായി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവം അത്ഭുതം എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Today we are going to read from Titus chapter number 3 verse number 4 onwards. ഇന്ന് നാം ഒരുമിച്ച് വായിക്കാൻ പോകുന്നത് തീത്തോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ്. But when the kindness and love of God our Savior appeared, he saved us not because of righteous things we had done, but because of his mercy. He saved us through the washing of rebirth and renewal by the Holy Spirit. 4, 5, 6 വചനങ്ങൾ ഇപ്പോൾ നമുക്ക് ചേർന്ന് വായിക്കാം. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മനസ്സലിവും സ്നേഹവും വെളിപ്പെട്ടപ്പോൾ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, അവിടുത്തെ കരുണയാൽ തന്നെ പുനർജനന സ്നാനത്താലും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചു. He says, he saved us. God saved us through the washing of rebirth and renewal by the Holy Spirit. അവിടെ നാം വായിക്കുന്നത് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത് പുനർജനന സ്നാനത്താലും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്താലുമാണ്. And this is because of his mercy. എന്ന് മാത്രമല്ല, അത് അവിടുത്തെ കരുണയാലാണ് സംഭവിച്ചിരിക്കുന്നത്. The God of the Bible is not a cruel God. ബൈബിളിലെ ദൈവം എന്നുള്ളത് ഒരു ക്രൂരനായ ദൈവമല്ല. Can I say it again? ഞാൻ ഒരിക്കൽ കൂടെ അത് ആവർത്തിക്കട്ടെ. The God of the Bible, the real God, is not a cruel God. ബൈബിളിന്റെ ദൈവം അല്ലെങ്കിൽ ബൈബിളിൽ ദൈവം എന്നതിനെ കുറിച്ച് ചിത്രീകരിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ക്രൂരനായ ദൈവമായിട്ടല്ല. I want to say it once again. നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനത് ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ പോവുകയാണ്. Our God is not a cruel God. നമ്മുടെ ദൈവം എന്നുള്ളത് ഒരു ക്രൂരനായ ദൈവം അല്ലവേ അല്ല. He is a merciful God. അവൻ കരുണയുള്ള ദൈവമാണ്. He has mercy on us just like a dad or a mom has mercy on his or her baby. ഒരു പിതാവിന് ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന കരുണ പോലെ തന്നെ മഹാകരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. How many mothers present here? ഇവിടെ എത്ര അമ്മമാരിരിക്കുന്നുണ്ട്? അവരുടെ How many കൈകൾ കാണട്ടെ. fathers sitting here? എത്ര പിതാക്കന്മാരുടെ കൈകൾ കാണട്ടെ. You remember how you raised your children or how you are raising your children. നിങ്ങളുടെ മക്കളെ എങ്ങനെയാണ് വളർത്തി വലുതാക്കിയത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. Especially when they were babies, you used to wash the baby many times a day. ഒരു പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് അവരെ പല പ്രാവശ്യം നിങ്ങൾ അവരെ കുളിപ്പിച്ചിട്ടുണ്ട്. Sometimes 5 times, 10 times you'll have to take the baby to the bathroom and wash. ചില ദിവസങ്ങളിൽ 5ഉം 10ഉം പ്രാവശ്യമൊക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി നിങ്ങൾ അവരെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. Because a baby gets dirty again and again frequently. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തുടർമാനമായി ശരീരത്തിൽ അഴുക്ക് പുരളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. But very patiently dads and moms they wash their babies. എന്നാൽ വളരെ ക്ഷമയോടുകൂടെ തന്നെ അപ്പനും അമ്മയും ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും ഒരുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It is our God who created all dads and moms in the world. അങ്ങനെയെങ്കിൽ ദൈവമാണ് ഈ ഭൂമിയിലെ എല്ലാ പിതാക്കന്മാരെയും മാതാക്കന്മാരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. We got that maternal love, paternal love from God the Father. അങ്ങനെയാണ് അമ്മയുടെയും പിതാവിന്റെയും വാത്സല്യം നമുക്ക് പിതാവിൽ നിന്ന്, സ്വർഗീയ പിതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. So can you imagine how much more God will have
mercy towards his children. നമ്മുടെ മക്കളോട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്ന സ്നേഹം നമ്മുടെ പിതാവിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ പിതാവിന് ആ മാതൃവാത്സല്യം പിതൃവാത്സല്യം എത്ര അധികമുണ്ടായിരിക്കും. Sometimes we make the same mistake again and again, 100 times, 200 times, thousands of times. ചില സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ 100 പ്രാവശ്യവും 200 പ്രാവശ്യവും ഒക്കെ വീണ്ടും വീണ്ടും നാം ആവർത്തിക്കാറുണ്ട്. So we wonder, will God forgive me? എന്നിട്ട് നമ്മൾ അതിശയപ്പെടും, ദൈവമേ ഇതൊക്കെ ദൈവത്തിന് ക്ഷമിക്കാൻ സാധിക്കുമോ? Let me tell you one thing, God is God. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സത്യമുണ്ട്, ദൈവം എന്നുള്ളത് ദൈവം തന്നെയാണ്. God is not limited in forgiveness. ഓർക്കുക, തന്റെ ക്ഷമയുടെ കാര്യത്തിൽ പോലും ദൈവം ഒരിക്കലും പിശുക്ക് കാണിക്കുന്നില്ല. Say it again. ദൈവം നമ്മുടെ തെറ്റുകൾ നമ്മോട് ക്ഷമിക്കുന്ന കാര്യത്തിൽ അവൻ പിശുക്ക് കാണിക്കുന്നില്ല. Sometimes the same day, the same mistake we do repeatedly again and again, and finally we think that I am full of dirt, will God forgive me? ചില ദിവസങ്ങളിൽ ഒരേ തെറ്റ് ഒരേ ദിവസം പല പ്രാവശ്യം നാം ആവർത്തിക്കും. എന്നിട്ട് നാം ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ ഈ തെറ്റ് ഒരു പ്രാവശ്യം ഞാൻ ഏറ്റു പറഞ്ഞല്ലേ, ഇനി വീണ്ടും ഈ ചെയ്തതൊക്കെ ദൈവത്തിന് എന്നോട് ക്ഷമിക്കാൻ സാധിക്കുമോ? God is rich in mercy and forgiveness. ഓർക്കുക, ദൈവം ക്ഷമയുടെ കാര്യത്തിലും മനസ്സലിവിന്റെ കാര്യത്തിലും അവൻ സമ്പന്നനാണ്. Today, as you are listening to this word, the mercy of the Lord, the love of God, the forgiveness of God is flowing. ഓർക്കുക, ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മനസ്സലിവ് നിങ്ങളുടെ നടുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Which is the nearest river here? Tell me. ഇവിടെയുള്ള ഏറ്റവും അടുത്തുള്ള ഒരു നദിയുടെ പേര് പറയാമോ? ഈ കല്യാണിലൂടെ ഒഴുകുന്ന ഏതെങ്കിലും നദിയുണ്ടെങ്കിൽ പറയൂ. ഉല്ലാസ് നദി. Ullas. Which is the nearest sea here? ഇവിടെയുള്ള ഏറ്റവും അടുത്ത കടൽ ഏതാണ്? No sea? അറേബ്യൻ സീ. Arabian Sea. Okay. Have you ever seen the Arabian Sea dried up? അറേബ്യൻ സീയെ മുഴുവൻ വറ്റി വരേണ്ടതായിട്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? Have you ever seen? In any generation? ഏതെങ്കിലും തലമുറയിലുള്ളവർ കണ്ടിട്ടുണ്ടോ വറ്റി വരണ്ടു പോയി? No, the sea is full of water. ഓർക്കുക, കടലിൽ എല്ലായ്പ്പോഴും വെള്ളം നിറഞ്ഞിരിക്കുന്നു. If you try to dry up the Arabian Sea with 10 HP motor, you will fail. Still, Arabian Sea will have water in it. ഓർക്കുക, നിങ്ങൾ അറേബ്യൻ കടലിലെ വെള്ളം വറ്റിച്ച് കളയുവാൻ വേണ്ടി 10 കുതിരശക്തിയുള്ള ഒരു മോട്ടർ എടുത്ത് വെച്ചാലും ശരി, നിങ്ങൾ പരാജയപ്പെടുകയല്ലാതെ അതിനകത്തെ വെള്ളം വറ്റിപ്പോവില്ല. Hello. In the same way, അതുപോലെ തന്നെ you can use up the love of God any number of times, but that great ocean of the love of the Father will never dry up. ഓർക്കുക, നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നദിയിൽ നിന്ന്, കടലിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന്, മഹാസമുദ്രത്തിൽ നിന്ന് ധാരാളം ദൈവ സ്നേഹത്തെ നിങ്ങൾക്ക് കോരിയെടുക്കാൻ സാധിക്കും. എടുക്കും തോറും അതൊരിക്കലും കുറഞ്ഞു പോകുകയില്ല. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ, The Bible says, just like a father has mercy and love for his children, I have mercy and love for my children, says the Lord. ഓർക്കുക, പിതാവിന് തന്റെ മക്കളോട് സ്നേഹമുള്ളതുപോലെ, മനസ്സരിവുള്ളതുപോലെ, കരുണയുള്ളതുപോലെ ദൈവത്തിന് നിങ്ങളോട് മനസ്സരിവും കരുണയുമുണ്ട്. Hallelujah. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ, in all your lifetime you can enjoy the love and mercy and grace and favor of the Father. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ സ്നേഹവും കരുണയും
സന്തോഷം നിങ്ങൾക്ക് അനുഭവിച്ച് ആസ്വദിക്കാൻ സാധിക്കും. The kindness of God you can enjoy every moment in your life. ദൈവത്തിന്റെ ആ കൈൻഡ്നസ്, ആ കൃപകളെ, ദയയെ നമുക്ക് എല്ലായ്പ്പോഴും ആസ്വദിക്കാൻ സാധിക്കും. His mercy is new every morning. അവന്റെ കരുണ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും പുതിയതായി കൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. Today is Friday. ഇന്ന് വെള്ളിയാഴ്ചയാണ്. Is it Friday here in Kalyan? ഇന്ന് കല്യാണം വെള്ളിയാഴ്ചയല്ലേ? Is it right? Tomorrow is Saturday. നാളെ ശനിയാഴ്ചയാണ്. Tomorrow morning when you wake up, നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ the mercy of God for your life will be new. നോക്കുക, നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ കരുണ അത് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കുറച്ച് പുതിയതായിരിക്കും. The day after tomorrow is Sunday. ഇനി നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എന്നുള്ളത് ഞായറാഴ്ചയാണ്. And when you wake up, നിങ്ങൾ ഞായറാഴ്ച എഴുന്നേൽക്കുമ്പോൾ sometimes 10 o'clock in the morning, ഒരുപക്ഷെ ഞായറാഴ്ച ദിവസം 10 മണിക്ക് എഴുന്നേൽക്കുമ്പോ, but do you know something? നിങ്ങൾക്കൊരു കാര്യം അറിയോ? Mercy of God for you will be new that morning. ഞായറാഴ്ച ദിവസത്തെ കരുണ എന്നുള്ളത് ശനിയാഴ്ച പോലെയല്ല, അത് പുതിയതായിരിക്കും. Say something. എന്തെങ്കിലുമൊക്കെ ഒരു ഹല്ലേലൂയ പറ. Hallelujah. It is new every morning. ഓർക്കുക, ഓരോ ദിവസവും അവന്റെ കരുണ പുതിയതാണ്. Oh, I am so excited to tell you this. ഈ കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ വളരെയധികം ആവേശത്തിലാണ്. Sometimes we have a lot of misunderstandings about God. പലപ്പോഴും നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ പല തെറ്റിദ്ധാരണകളുമുണ്ട്. We think that God is a hard-hearted God. നമ്മൾ എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ദൈവം എന്നുള്ളത് ഭയങ്കര കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിയാണെന്നാണ്. I prayed and prayed and prayed and no answer. എത്ര നാളായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടും ഒരു മറുപടി. apply no reply. എത്ര പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഒരു റിപ്ലൈ ഇല്ല. But I tell you, you apply, there is going to be a supply. ഓർക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്ത് നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്നൊരു വലിയ സപ്ലൈ, ഒരു വലിയ കരുതൽ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രശ്നമുള്ളവർക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർണ്ണമായ സൗഖ്യം ഈ ഓരോ പ്രശ്നത്തിൻ്റെ മേലും വന്ന് ചേരട്ടെ. പൂർണ്ണമായ വിടുതലുകൾ ഓരോ പ്രശ്നത്തിൻ്റെ മേലും വന്ന് ചേരട്ടെ. കർത്താവെ, ചില പ്രത്യേക രോഗങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ തണുർത്ത് ഇങ്ങനെ നിൽക്കുന്നത് പോലെ തണുർപ്പ് ഇങ്ങനെ നിൽക്കുന്ന ആ ശരീരം, അത്തരം ചില ശരീരത്തെ കർത്താവ് കാണിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകുകയാണ്. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില കുരുക്കൾ പോലെ വന്ന് അത് കുമിളകളായി പൊട്ടി അതിൽ നിന്ന് വെള്ളം വെളിയിൽ വരുന്നത് പോലെ നിൽക്കുന്ന ചില അസുഖങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ഏതോ ചില പ്രാണിയോ എന്തോ കടിച്ചത് നിമിത്തമായിട്ട് ശരീരത്തിലുള്ള ചില ചൊറിച്ചിൽ, അതുപോലെ ആ ഭാഗത്ത് ഉണങ്ങാതെ നിൽക്കുന്നത് ഇപ്പോൾ കർത്താവ് അതും സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ, അക്ഷരം എഴുതാൻ ബുദ്ധിമുട്ടാണ്, വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അത്തരം ഒരു കുഞ്ഞിനെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ലോർഡ്. വല്ലാത്ത ഭയമുള്ള ചില കുഞ്ഞുങ്ങളെ കർത്താവിനെ കാണിക്കുകയാണ്. വാഹനത്തിൽ കയറാൻ വല്ലാതെ ഭയപ്പെടുന്ന ചില കുട്ടികൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യം ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, താങ്ക് യു ജീസസ്. കൃഷിയിൽ വല്ലാത്ത നഷ്ടം സംഭവിച്ചിരിക്കുന്ന, അതും നിമിത്തമായിട്ട് വല്ലാത്ത വേദനയിൽ ഒരു കുടുംബം മുഴുവനായിരിക്കുന്ന കർത്താവ് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ കുടുംബത്തെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. അവരുടെ നഷ്ടത്തിന് പരിഹാരമായി ചിലത് അങ്ങ് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ പണി ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് യേശുവിൻ്റെ നാമത്തിൽ അത് പുനരാരംഭിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താക്കന്മാരുടെ മദ്യപാനത്തിൽ വളരെയധികം മനം നൊന്ത്
കരഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് തുടച്ചു മാറ്റുകയാണ്. അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ എങ്ങോട്ടും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. പകരം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അതേ റൂമിൽ, അതേ സ്ഥലത്ത് കണ്ണുനീരോടെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനത്തിൻ്റെ പൈശാചിക ആത്മാക്കൾ ഇപ്പോൾ തന്നെ ആ വ്യക്തികളെ വിട്ട് മാറട്ടെ. കുടുംബ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ആ കുടുംബം എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. ഹോസ്പിറ്റലുകൾ മടക്കിവിട്ട ഒരു കേസ് ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കഴിഞ്ഞതിനായി നന്ദി പറയുന്നു. കർത്താവെ യേശുവെ, അങ്ങ് അത്ഭുതങ്ങൾ തന്നെ അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ രാവിലെ 10 മണിക്ക് തൃശ്ശൂരിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. തൃശ്ശൂരിലും അതിനടുത്തുള്ള മറ്റ് എല്ലാ ജില്ലയിലും പെട്ട ആളുകളും അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ശനിയാഴ്ച തിരുവല്ലയിലാണ് നടക്കുന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും കടന്നു വരണം, സംബന്ധിക്കണം, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. ബ്രദർ ഡാമിയൻ്റെ ആശിഷമാരി എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം, അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനാ ഡയറി, സെർമൺ നോട്ട് കീപ്പർ, ആരാധനാ ഗീതങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകമായ പാട്ടുപുസ്തകം, സെലിബ്രേറ്റ് ജീസസ് ആരാധനയുടെ ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബ്ലെസ്സിങ് സെൻറ്ററിലെ കൊയർ പാടിയിട്ടുള്ള മനോഹരമായ ഗാനങ്ങളുടെ CD, അതുപോലെ തന്നെ വിന്നേഴ്സ് ഫാക്ടറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾ മറക്കരുത്. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ അതിൻ്റെ കൗണ്ടറുകൾ സന്ദർശിക്കാൻ നിങ്ങൾ മറക്കരുത്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏത് ദേശത്തിൽ നിന്നാണ് ശലോമോൻ രഥം വാങ്ങിയത്? From where did Solomon purchase the chariot? Options: A. Gezer, B. Ophir, C. Misraim, D. Samaria. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ഈ ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്നവർക്ക് OM Books ആണ് സമ്മാനങ്ങൾ നൽകുന്നത്.